അടുത്ത സർക്കാരിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ രണ്ട് ശിവസേന വിഭാഗങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നിർണായകമായ നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഉദ്ധവ് താക്കറെയെ ഒപ്പം നിർത്തുന്നതിന് BJP തന്ത്രങ്ങൾ മെനയുകയാണ്. അതിനുവേണ്ടി ഉദ്ധവ് താക്കറെയുമായി സംസാരിക്കുന്നതിന് ഒരു മുതിർന്ന കേന്ദ്രമന്ത്രിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നുവെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഉദ്ധവ് താക്കറെ ഇന്നലെ ഇന്ത്യ സഖ്യ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. ഉദ്ധവ് താക്കറെക്ക് 9 അംഗങ്ങളാണ് ലോക്സഭയിലുള്ളത്. അത് വളരെ നിർണായകമാണ്. ഉദ്ധവ് താക്കറെക്ക് മുന്നിൽ ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചില ഫോർമുലകൾ BJP അവതരിപ്പിക്കുമെന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. അതിൽ ഉദ്ധവ് താക്കറെയോ അതല്ല എങ്കിൽ ആദിത്യ താക്കറെയോ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയായി പിന്തുണയ്ക്കും. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉദ്ധവ് താക്കറെയോ അദ്ദേഹം പറയുന്ന വ്യക്തിയോ നിയമിക്കാം അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കാമെന്ന ഒരു നിർദ്ദേശമാണ് വയ്ക്കുന്നത്. ഇതിനു പുറമെ ഉദ്ധവ് താക്കറെയുടെ ശക്തനായ എതിരാളി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശക്തമായ എതിർപ്പുള്ള ദേവേന്ദ്ര ഫട്നാവിസിനെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും മാറ്റി നിർത്താമെന്ന ഒരു ഫോർമുലയും ഉദ്ധവ് താക്കറെക്ക് മുമ്പാകെ ഈ നേതാക്കൾ അതായത് BJP നേതാക്കൾ മുന്നോട്ട് വയ്ക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കേന്ദ്ര മന്ത്രിസഭയിലെ സുപ്രധാനമായ ചില വകുപ്പുകളും ഉദ്ധവ് താക്കറെക്ക് BJP വാഗ്ദാനം ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് ഉദ്ധവ് താക്കറെയുടെ ഭാഗത്തു നിന്നോ ആ ക്യാമ്പിൽ നിന്നോ യാതൊരു തരത്തിലുള്ള ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും നമുക്ക് ലഭ്യമല്ല. ഉദ്ധവ് താക്കറെ ഇന്നലെ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ ഉദ്ധവ് താക്കറെയുടെ വിശ്വസ്തരായ സഞ്ജയ് റൌട്ട് അതുപോലെ തന്നെ സാവന്തും ആ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഏറിയാലും എത്രയും പെട്ടെന്ന് തന്നെ അത് വീഴുമെന്ന ഒരു പരസ്യ പ്രസ്താവനകളാണ് സഞ്ജയ് റൌട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നത്. ഏക്നാഥ് ഷിൻഡെ പക്ഷത്തും ക്യാമ്പിനെ ലക്ഷ്യമിട്ട് ഇന്ത്യ സഖ്യവും ശക്തമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിനു മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇന്ന് രാത്രി തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി മുംബൈയിലെത്തി എത്തി ഉദ്ധവ് താക്കറെയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെ ചേതോപകാരം എന്താണെന്ന് വ്യക്തമല്ല. രാവിലെ അഭിഷേക് ബാനർജി അഖിലേഷ് യാദവുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ സഖ്യവും ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. മഹാരാഷ്ട്രയിലെ വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പ്രമുഖ നേതാവ് ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിലെ 4 MPമാരുമായി ഇതിനോടകം തന്നെ ചർച്ച നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. അവർക്ക് മുന്നിലും ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചില വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനിടയിൽ ഏക്നാഥ് ഷിൻഡെ തൻ്റെ ഒപ്പമുള്ള MPമാരോട്, അതായത് 7 MPമാരാണ് അദ്ദേഹത്തിനുള്ളത്, ആ MPമാരോട് ഇന്ത്യ സഖ്യത്തിലെ ഒരു നേതാവുമായി ടെലഫോണിലോ നേരിട്ടോ അവരുടെ ദൂതന്മാരുമായോ സംസാരിക്കരുതെന്ന ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഫലത്തിൽ മഹാരാഷ്ട്രയിലെ 2 ശിവസേന വിഭാഗങ്ങളെയും കേന്ദ്രീകരിച്ച് ശക്തമായ നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണത്തിന് തൊട്ട് മുമ്പ് പോലും ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവസാന നിമിഷ നീക്കങ്ങൾ മറാഠ രാഷ്ട്രീയത്തിൽ ഉണ്ടായാൽ അത്ഭുതപ്പെടാനും